ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രാജേഷ് മുല്ലക്കലാണ്. ഞാനിപ്പോൾ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നിരിക്കണം കേട്ടോ. എന്താ പറഞ്ഞാൽ നമ്മുടെ ഇന്ന് മിത്രഞ്ജയ്ക്കും അതേപോലെ തന്നെ മിത്രഞ്ജയ്ക്ക് നമ്മുടെ ജന്മദിന ആശംസകൾ. അതുപോലെ തന്നെയാണ് പിന്നെ നമ്മുടെ മിത്രാജിൻ്റെ ടീമിൻ്റെ എല്ലാവർക്കും, ഭവിക്കും അതേപോലെ തന്നെ അനൂപിന് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആദ്യം നന്ദി പറയട്ടെ. എല്ലാവർക്കും എന്താ പറഞ്ഞാൽ ഇന്നാണ് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയിരിക്കണം കേട്ടോ. ഈ ഗിഫ്റ്റ് അവിടുന്ന് സാറ് അയച്ച് നമുക്ക് എല്ലാവർക്കും കൂടി അയച്ച് പ്രസാദം അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇന്ന് തന്നെ കിട്ടി. എനിക്ക് വളരെ സന്തോഷം. എന്താ പറഞ്ഞാൽ സാറിൻ്റെ പിറന്നാൾ ദിവസം തന്നെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടത് ഇവിടെ. പിന്നെ അതുപോലെ തന്നെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം പറഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടിയാലും ഞാനിപ്പോൾ നമ്മുടെ അമ്പലത്തിൽ തന്നെ ഇരുന്ന് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നു കേട്ടോ. നമുക്ക് എന്ത് തന്നെ കിട്ടിയാലും അത് നമ്മുടെ നാട്ടിനും കൂടി എപ്പോഴും ഉയർച്ച വേണമെന്നിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഞാൻ ഒരു പ്രസാദം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഭാവി 2 വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്താ അറിയാം, ഒരു പ്രസാദം അമ്പലത്തിൽ വെച്ചിട്ട് അത് പറഞ്ഞു, ശനി ഞങ്ങൾ എല്ലാ ദിവസവും നട തുറക്കില്ല, മണ്ഡലമാസത്ത് മാത്രമാണ് എല്ലാ ദിവസങ്ങളും അയ്യപ്പൻ്റെ അമ്പലമാണ്, അയ്യപ്പനും ഗണപതിയാണ്. ഇവിടുത്തെ കാഷ്യർ തന്നെയാണ് ഞാൻ ഇത്രയും വർഷങ്ങളായിട്ടും. അത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മളെല്ലാം ഇവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് ഈ 2 പ്രസാദം വെച്ചപ്പോൾ ഒരു പ്രസാദം ഞാൻ പറഞ്ഞു, ആദ്യം ഞാൻ വിചാരിച്ചു ഒരു പ്രസാദം തന്നെ നമുക്ക് ഇവിടെ കൊണ്ടുവന്നത് ഓപ്പൺ ചെയ്തതിന് ശേഷം എല്ലാവരിലേക്കും എത്തിക്കുക, നമുക്ക് എടുക്കുന്ന പോലെ തന്നെ എല്ലാവർക്കും എത്തിക്കുക പറഞ്ഞു. അപ്പോൾ 2 പ്രസാദം അയച്ചപ്പോൾ നമുക്ക് എന്താ പറഞ്ഞാൽ ഒരു പ്രസാദം ഇപ്പോൾ എന്തായാലും അമ്പലത്തിൽ തന്നെ മൊത്തമായി. എന്താ പറഞ്ഞാൽ ഇവിടെ വരുന്ന ശനിയാഴ്ച തുറക്കുമ്പോൾ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് എല്ലാവർക്കും, എല്ലാ ഭക്തജനങ്ങൾക്കും. അതുപോലെ തന്നെ ആ തീർത്ഥം കുറേശ്ശങ്ങൾ എല്ലാവിടെയും, അതുപോലെ തന്നെ അമ്പലത്തിൻ്റെ ഇതിൽ തന്നെ ആ മണ്ണും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഇതാക്കാൻ പറ്റും, എല്ലാവർക്കും ഒരു നല്ലതാക്കാൻ പറ്റും എന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ട് അത് എത്തിയാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ എല്ലാവർക്കും നന്ദി. എന്തൊക്കെയാണ് അയച്ചു തന്നിരിക്കണം നോക്കണ്ടേ. ഇതാണ് കേട്ടോ, ഇത് അവിടുത്തെ ഗംഗ വാട്ടറാണ്. അത് പറഞ്ഞാൽ മഹാകുംഭമേള 144 വർഷങ്ങളിലൊരിക്കൽ നടത്തുന്നതാണ്. നമ്മൾക്കൊന്ന് പോകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്തെങ്കിലും ഞങ്ങളുടെ ഗുരുനാഥൻ്റെ ഇതിൽ കൂടെ നമ്മൾക്ക് എല്ലാവർക്കും എത്തിക്കാൻ പറ്റിയ വലിയ സന്തോഷം. എന്താ പറഞ്ഞാൽ ഇവിടെ സാധാരണക്കാർക്ക് എല്ലാവർക്കും അവിടെ എത്താൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ അടുത്തൊരു ഇതിലെങ്കിലും എല്ലാവർക്കും എത്താൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എത്തിക്കാൻ പറ്റും. പിന്നെ ഇതെനിക്കുള്ള ഓർമ്മമാല കേട്ടോ. നമ്മൾ എന്താ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്, സാറിൻ്റെ ശിഷ്യന്മാർക്ക് എല്ലാവർക്കും ഉള്ളത് അത് പറഞ്ഞിട്ടുള്ളതാണ് സാറ്. അപ്പോൾ ഇതെനിക്കുള്ളതാണ്. പിന്നെ അവിടുത്തെ എന്താ പറയുക എല്ലാവർക്കും പോകാൻ എന്താ അവിടുത്തെ ആ മണ്ണാണ്. പിന്നെ ഇത് നമ്മുടെ എന്താണ് കഴുത്തിൽ ധരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇത് തന്നെ അമ്പലത്തിൻ്റെ എന്താണ് അത് ശ്രീകോവിലിൻ്റെ ഉള്ളിൽ വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പൂജാരി. അത് വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് അവിടെ എത്തിക്കത്ത് വരണം എൻ്റെ വീട്ടിലേക്ക് വെക്കാൻ. പിന്നെ അവിടുത്തെ കുങ്കുമം, ഈ കുങ്കുമം നമുക്ക് ഉള്ളിൽ പൂജിക്കാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ. എന്താണ് നമുക്ക് ഹൈന്ദവ ആചാരപ്രകാരം നമ്മളവിടെ കൊണ്ടുവന്നു. പക്ഷേ പുറമെ വരുന്നവർക്ക് എല്ലാവർക്കും ഇത് തൊടാൻ പറ്റും. പിന്നെ ഇത് എന്താണ് നമ്മൾ വേറെ ഭസ്മം എന്ന് പറയില്ലേ, ഇതും അതുപോലെ തന്നെയാണ്. അവിടുത്തെ നമ്മളിവിടുത്തെ തന്ത്രിയോട് ചോദിച്ചിട്ട് ബാക്കി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെയൊക്കെയാണ് അറിയില്ല പറഞ്ഞാൽ പുറത്ത് വരുന്നവർക്ക് ഇതെല്ലാം ധരിക്കാൻ പറ്റും. പിന്നെ സാറ് പറഞ്ഞ പോലെ ഇതെല്ലാം കൂടി ഒരു ഏലസിലാക്കിയിട്ട് നമ്മൾ ധരിച്ചു കഴിഞ്ഞാൽ ഫുൾ പവറാണെന്നാണ് സാറ് പറഞ്ഞത്. അങ്ങനെ താല്പര്യമുള്ളവർക്ക് അങ്ങനെ കൊടുക്കാം. എന്തായാലും ഓക്കെ, എനിക്കിന്ന് കിട്ടിയതിന് വളരെ സന്തോഷം. മിത്രഞ്ജയ്ക്ക് ടീമിന് എല്ലാവർക്കും എൻ്റെ സന്തോഷം. അതുപോലെ നമ്മുടെ നാട്ടുകാരൻ്റെയും കൂടി ഇത് പറയാം. എന്താ പറയുക, നാട്ടുകാരും കൂടി നമുക്ക് ഇവിടെ ഇത്രയും ആൾക്കാർക്ക് കിട്ടാത്ത നമ്മളെ കൊണ്ട് എത്തിക്കാൻ പറ്റിയല്ലോ ഇങ്ങനെ ഒരു ഭാഗ്യമെങ്കിലും. അപ്പോൾ എല്ലാവർക്കും നന്ദി. ഓക്കെ.